ആ കണ്ണൂരിൻ്റെ സ്വപ്നങ്ങൾക്ക് ചിറക് പിരിച്ചുകൊണ്ട് ഇങ്ങനെ ഫ്ലൈറ്റ് ഇങ്ങനെ പൊങ്ങുകയാണ്. കണ്ണൂർ എയർപോർട്ടിൻ്റെ വരവോടുകൂടി കണ്ണൂരിന് പുതിയ മുഖമുണ്ടായിട്ടുണ്ട്. കണ്ണൂരൊരു വലിയൊരു വികസനത്തിൻ്റെ പാത തുറന്നിട്ടുണ്ട്. കണ്ണൂരിൻ്റെ ഒരു ഇരുണ്ട കാലത്തിൽ നിന്ന് തുടങ്ങാമെന്നാണ് ഞാൻ വിചാരിക്കുന്നു. നമസ്കാരം. കൈരളി ഇൻ്റർനാഷണൽ കൾച്ചറൽ ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ അവസാന സെഷനിൽ കണ്ണൂരിൻ്റെ ജീവിതവും കണ്ണൂരിൻ്റെ സാംസ്കാരിക പൈതൃകവും പരിമയും പറഞ്ഞു പോകുന്ന കണ്ണൂർ എന്ന വികാരം നമ്മുടെ ഉള്ളിലേക്ക് ആവാഹിക്കാൻ പറ്റുന്ന തരത്തിലേക്കുള്ള വ്യക്തിത്വങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് ഈ ഒരു വലിയ മഹോത്സവത്തിന് അവസാനം കുറിക്കുകയാണ്. കണ്ണൂർ തീർച്ചയായിട്ടും ഞാൻ പേഴ്സണലി എനിക്കൊരു സന്തോഷമുള്ളത് വെച്ചാൽ എൻ്റെ അച്ഛൻ്റെ നാടാണ് കണ്ണൂർ. അപ്പോൾ കണ്ണൂരുമായി ബന്ധപ്പെട്ട ഏത് കാര്യങ്ങളും എല്ലാ തരത്തിലും അശോകനമായിട്ടുള്ളൊരു സൗഹൃദവും സ്നേഹവും ഒക്കെ ഉണ്ടാവുന്നതും ഈ പറയുന്ന ഒത്തൊരുമയോടുകൂടി പോകാൻ പറ്റുന്ന മനസ്സ്. നേരത്തെ പലപ്പോഴും പല മനുഷ്യന്മാരും പറയാറുള്ളതാണല്ലോ, കാരണം ആളുകളെ പരസ്പരം അറിഞ്ഞുകൊണ്ട് ഏറ്റവും അടുപ്പത്തോടുകൂടി ചേർത്ത് നിർത്തുകയും ആ ചേർത്ത് നിർത്തുന്നതിനകത്ത് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ അത് വളരെ വലിയ തോതിൽ അകന്നു പോവുകയും ചെയ്യുന്ന തരത്തിലേക്കുള്ള മനുഷ്യന്മാർ പറയാറുണ്ട്. പക്ഷേ കണ്ണൂർ എൻ്റെ ജീവിതത്തിൽ ഒരു തരത്തിലും അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല. കണ്ണൂരിനെ എനിക്ക് ഏറ്റവും തന്നിട്ടുള്ള കണ്ണൂർ സ്നേഹമാണ്. കാരണം ഞാൻ അച്ഛൻ്റെ കൂടെ, എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ കൂടെയൊക്കെ കണ്ണൂർ സ്കൂൾ കാലം മുതൽ വന്ന് ചിറക്കൽ വന്ന് തിരിച്ചു പോകുന്ന കാലങ്ങളിലൊക്കെ ഇവിടെയുള്ള മനുഷ്യർ, ഇവിടെയുള്ള സ്നേഹം, ഇവിടെയുള്ള ഭക്ഷണത്തിൻ്റെ രുചി, ഇവിടെയുള്ള ആളുകൾ നമ്മളോട് പെരുമാറുന്നതിൻ്റെ ആ പെരുമാറ്റം, ഇതൊക്കെ തൊട്ടയൽവക്കത്തുള്ള മനുഷ്യനെ പോലും ഏറ്റവും അടുത്ത് നിന്ന് ആദ്യം കാണുന്ന ചോദ്യത്തിൽ ഞാനത് പഠിച്ചൊരു കാലം. ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിച്ചുകൊണ്ട് തുടങ്ങുന്ന മനുഷ്യന്മാരായിരുന്നു. ഞാൻ കണ്ടിട്ടുള്ള എൻ്റെ ഗുരു എനിക്ക് പറഞ്ഞു തന്നതും ആദ്യം കാണുന്ന ആളോടും നമ്മൾ ചോദിക്കുന്നത് കഴിച്ചോ. വിശന്നിരിക്കുന്നവനോട് ഒരു കാര്യവും പറഞ്ഞിട്ട് കാര്യമില്ല, അവൻ്റെ മനസ്സിലേക്കൊന്നും കയറില്ല. കണ്ണൂർ എനിക്ക് തന്നിരുന്നത് വിശപ്പ് മാറ്റിക്കൊണ്ട് പല കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം കണ്ണൂരിൻ്റെ പെരുമ, കണ്ണൂരിൻ്റെ സാംസ്കാരികവും സാഹിത്യവും സാമൂഹികവുമായ അന്തരീക്ഷത്തെ മുന്നോട്ട് വയ്ക്കുന്ന ഒരു കൾച്ചറൽ ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ കണ്ണൂർ എന്ന ഈ ദേശം മനുഷ്യനെ ചേർത്ത് നിർത്തിയ, ചരിത്രാതീത കാലം മുതൽ എല്ലാ ആളുകളെയും തന്നിലേക്ക് ആവാഹിച്ചുകൊണ്ട് ഇവിടെ നിന്നുകൊണ്ട് മുന്നോട്ട് പോയിട്ടുള്ള ചരിത്രവും ഒരു പൗരബോധവും ഭൂമിശാസ്ത്രപരവുമായിട്ടുള്ള അടുപ്പങ്ങൾ നൽകിയിട്ടുള്ള ഈ പ്രദേശത്തിൻ്റെ പെരുമ വിളിച്ചോതുന്ന ഈ സാംസ്കാരിക സമ്മേളനത്തിൻ്റെ കൾച്ചറൽ ഫെസ്റ്റിൻ്റെ ഒരു സമാപന സമ്മേളനം കൂടിയാണ് ഒരർത്ഥത്തിൽ. ആ സമാപനം കുറിക്കുന്ന ഈ വേദിയിൽ തീർച്ചയായിട്ടും കണ്ണൂരിൻ്റെ വിശിഷ്ട വ്യക്തികളാണ് നമ്മളോട് സംസാരിക്കുന്നത്. എല്ലാവിധ ആശംസകളോടും നേർന്നുകൊണ്ട് ഈ വർത്തമാനം അക്ഷരാർത്ഥത്തിൽ മുന്നോട്ടുള്ള പ്രയാണത്തിന് പ്രചോദനമാകട്ടെ. കൈരളി ഇൻ്റർനാഷണൽ കൾച്ചറൽ ഫെസ്റ്റിൻ്റെ 5ാമത്തെ എഡീഷൻ, 4 എഡീഷൻ കഴിഞ്ഞു 5ാമത്തെ എഡീഷനിലേക്കും നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ സ്നേഹവും ഐക്യവും സൗഹൃദവും അതിനേക്കാളുപരി ചേർത്ത് നിർത്താനുള്ള നന്മയും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പാനലിലേക്ക് പോകുന്നു. ഓൾ ദ ബെസ്റ്റ്. മധുപാൽ സാറ് എത്ര ഭംഗിയായിട്ടാണ് കണ്ണൂരിനെ വിവരിച്ചത്. ഇപ്പം എനിക്ക് ഓർമ്മ വരുന്നത് ഒരു ചെറിയ ആമുഖം പറഞ്ഞങ്ങ് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ്. ഞാൻ മധുപാൽ സാറിങ്ങനെ സംസാരിക്കുമ്പോൾ ഞാൻ ഓർത്തത് കണ്ണൂരിൻ്റെ ഒരു ഇരുണ്ട കാലത്തിൽ നിന്ന് തുടങ്ങാമെന്നാണ് ഞാൻ വിചാരിക്കുന്നു. ഒരു 1/4 നൂറ്റാണ്ട് മുമ്പ് കണ്ണൂരിൽ നമ്മൾ ആളുകളെ കൊന്നൊടുക്കിയൊരു കാലം നമുക്കുണ്ടായിരുന്നു. അല്ല, ഞാനത് പറഞ്ഞില്ല. ഞാൻ താങ്കളവിടെ നിന്ന് സംസാരിക്കുമ്പോൾ ഒരു സിനിമാക്കാരനായിട്ട് ഇപ്പോൾ കണ്ടുകൊണ്ടാണ് സംസാരിക്കുന്നത്. അന്ന് പാനൂർ എന്ന സ്ഥലത്തേക്ക് ഞാനൊക്കെ അന്ന് ഊണും ഉറക്കവും ഒഴിഞ്ഞ് മാധ്യമപ്രവർത്തനം നടത്തുന്നൊരു കാലം ഞാൻ ഓർക്കുന്നുണ്ട്. അതിൻ്റെ സംഘാടക ലിബർട്ടി ബഷീർ ഖാൻ്റെ ഒപ്പം തലശ്ശേരി പ്രസ് ക്ലബിൻ്റെ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഞാനും ഉണ്ട് അതിൻ്റെ സംഘാടനത്തിൻ്റെ അണിയറയിൽ. മമ്മൂട്ടിയും മോഹൻലാലും സുരേഷ് ഗോപിയും ഉൾപ്പെടെ. അതൊരു നോമ്പ് കാലമായിരുന്നു. അത് ഓർത്തിരിക്കാൻ കാരണം ഞാൻ നോമ്പെടുത്തുകൊണ്ടാണ് ആ ദിവസം പോകുന്നത്. ആളുകളെ ഇങ്ങനെ ഡെയിലി ആളുകളെ ഇങ്ങനെ കൊന്ന് ഒടുക്കുക, ഡെയിലി 5ഉം 8ഉം 10ഉം ആളുകൾ മരിക്കുന്ന ആ കാലം. അപ്പം നമുക്കൊന്നും ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു അത്. രാത്രിയല്ല പകലും ഒന്നും ഉറങ്ങാൻ കഴിയില്ല. അപ്പോൾ അന്ന് ഈ സിനിമാ ലോകം മുഴുവൻ പാനൂരിലേക്ക് ഇങ്ങനെ വരികയാണ്. നിങ്ങൾ ആലോചിക്കണം, എല്ലാ നടീനടന്മാരും ഒരുമിച്ച്
പാനൂർ ടൗണിൽ അവിടെ ഒരു ഗ്രൗണ്ടിൽ, സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ എല്ലാവരും ഒരു പകൽ ഉപവസിക്കുകയാണ്. നമ്മളെ ചേർത്ത് നിർത്തിയൊരു ലോക. അതിൻ്റെ മമ്മൂട്ടിയും മോഹൻലാൽ, അവരെ പേര് പറയുന്ന അവരാണല്ലോ ഏറ്റവും താരരാജാക്കന്മാർ. അവരടക്കം പറയാണ് നമുക്കെല്ലാവർക്കും അന്നാണ് കർഫ്യൂ, ആ കാലഘട്ടത്തിൽ കർഫ്യൂ ആയിരുന്നു, ആരും പുറത്തിറങ്ങലുണ്ടായിരുന്നില്ല. പാനൂരിലേക്ക് ജനം ഒഴുകിയെത്തിയ ഒരു കാലമായിരുന്നു അത്. അന്ന് വന്ന് നമ്മളെ ചേർത്ത് നിർത്തി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കുഴപ്പങ്ങളൊക്കെ ഉണ്ടായി. എന്നാൽ കഴിഞ്ഞ 10 വർഷം നമ്മുടെ കണ്ണൂർ സമാധാനത്തിൻ്റെ മണ്ണാണ്. മാത്രവുമല്ല, ഏറ്റവും കൂടുതൽ വികസനമുണ്ടായ, ഇത് രാഷ്ട്രീയം ഞാൻ പറയുന്നില്ല, നമ്മൾ ഏറ്റവും കൂടുതൽ വികസനമുണ്ടായ ഒരു കാലഘട്ടവും കണ്ണൂരാണ്. നമുക്ക് സ്വന്തമായി നല്ല റോഡുകളുണ്ടായി, നമുക്ക് സ്വന്തമായി ഒരു എയർപോർട്ടുണ്ടായി. എയർപോർട്ടിന് നമ്മുടെ നാട്ടിൽ നിന്ന് 2 ഡയറക്ടർമാരുണ്ടായി. അതിലെപ്പോഴും വിളിച്ച് കിട്ടുന്ന ഒരു ഡയറക്ടർ നമ്മുടെ കൂടെ ഉണ്ടായി. മറ്റൊരാൾ യൂസഫ് അലിഖാൻ്റെ സണ്ണിലോയാണ്, തലശ്ശേരിക്കാരനാണ്, പെരിങ്ങാടിക്കാരനാണ്. പക്ഷേ വിളിച്ചാൽ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഡോക്ടർ ഷംസീർ വയലിൽ, അദ്ദേഹത്തിൻ്റെ അപ്പോയിൻമെൻറ്റ് ഞാൻ പോയി അബുദാബിയിൽ അദ്ദേഹത്തിൻ്റെ ഓഫീസിലും പോയി അദ്ദേഹത്തിന് കണ്ടിട്ടുള്ള ആളാണ്. കാണാൻ കിട്ടൽ കുറച്ച് പണിയാണ്. അസുഖഞ്ഞിക്ക് പിന്നെ ഒറ്റ ഇറങ്ങിൽ എവിടെയാണെങ്കിലും, ഖത്തറിലാണെങ്കിലും എവിടെയായാലും ഫോൺ എടുക്കും. അപ്പോൾ നമുക്ക് തുടക്കം എയർപോർട്ടിൽ നിന്ന് തന്നെ തുടങ്ങണം. എയർപോർട്ടിനെ കുറിച്ച് നമുക്കൊരാശങ്കയുണ്ട്. എന്താണ് അത്? തുടങ്ങി വേണ്ടത്ര ഫ്ലൈറ്റുകളുണ്ടോ, അത് നഷ്ടത്തിലാണ്, മുതൽ മുടക്കിയവർ സങ്കടത്തിലാണെന്നൊക്കെ ഇങ്ങനെ പല കഥകളും നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ എയർപോർട്ടിൽ നിന്ന് തുടങ്ങണം എന്ന് പറയാൻ കാരണം, അത് കഴിഞ്ഞ് നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം. ഈ റെയിൽവേ സ്റ്റേഷനിലും ഒരു 300 കോടിയുടെ പുതിയ വികസന പദ്ധതികൾക്ക് ചുക്കാൻ പിടിക്കുന്നതും ഡോക്ടർ ഹസൻ കുഞ്ഞിയാണ്. അപ്പോൾ ഹസൻ കുഞ്ഞിയിൽ നിന്ന് തുടങ്ങാം. എന്താണ് നമ്മുടെ കണ്ണൂർ എയർപോർട്ടിൻ്റെ ഇന്നത്തെ അവസ്ഥ, അല്ലേ? ചോദിച്ചൂടെ? അതല്ലേ കറക്റ്റ്? യെസ്, ഒന്ന് പറഞ്ഞു തുടങ്ങാം. കണ്ണൂർ പെരുമയിൽ എന്ന ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കിട്ടിയ ഈ ഒരവസരം ഞാനത് വലിയ ഒരു അഭിമാനമായി കാണുന്നു. കാരണം ഒരു പ്രവാസിയും ഒരു വ്യവസായിയും ഒരു കായിക പ്രേമിയും എല്ലാം ഉള്ള ഒരാളാണ് ഞാൻ. ഇങ്ങനെ ഒരു അവസരത്തിൽ ഞാനുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ കണ്ണൂരിന് എനിക്ക് ചെയ്യാൻ സാധിച്ച ചില വികസന പദ്ധതികൾ ഞാൻ അതിൽ അഭിമാനം കൊള്ളുന്നുണ്ട്. കണ്ണൂർ പൊതുവേ എൻ്റെ ഒരു വികാരമാണ്. കണ്ണൂരെന്ന് പറയുമ്പോൾ എപ്പോഴും എനിക്ക് 2 അല്ല 4 ചെവികളാണ്. ഇപ്പോൾ ഇവിടെ എന്നോട് ചോദിച്ചത് കണ്ണൂർ എയർപോർട്ടിൻ്റെ ഒരു വിഷയമാണ്. ഞാൻ 50 കൊല്ലമായിട്ട് പ്രവാസിയാണ്. 1976 ഞാൻ കണ്ണൂരിൽ, എൻ്റെ നാട്ടിൽ, ഞാൻ പഴയങ്ങാടിക്കാരനാണ്. പഴയങ്ങാടിയിൽ നിന്ന് കണ്ണൂരിലേക്ക് യാത്ര പോകുന്നത്. അന്ന് പഴയങ്ങാടിയിൽ നിന്ന് എനിക്ക് പോകണമെങ്കിൽ അവിടെ റോഡില്ലായിരുന്നു. തോണി കടന്ന്, തോണിനപ്പുറം പോയി ബസ്സിൽ കയറി കണ്ണൂർ പോയി, അവിടുന്ന് പിന്നെ ബസ്സിൽ കയറിയിട്ടും പൂനെ പോയി, പൂനെ വഴി ബോംബെ പോയി, ബോംബെയിൽ നിന്ന് കപ്പൽ കയറിയിട്ട് ഖത്തറിൽ പോയിട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ തിരിച്ചു വരുന്നത് എല്ലാം ഫ്ലൈറ്റുകളിലാണ്. പക്ഷേ അതൊരു വലിയ ഒരു എന്താണ് പറയുക, ഒരു കടമ്പയാണ്. പ്ലെയിനിൽ ബോംബെയിൽ വരിക, ബോംബെയിൽ നിന്ന് മംഗലാപുരമോ അല്ലെങ്കിൽ കരിപ്പൂർ അതിന് ശേഷം ഉണ്ടായത്. കരിപ്പൂർ അന്ന് ഉണ്ടായിട്ടില്ല, ആദ്യം മംഗലാപുരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മംഗലാപുരത്ത് വരിക, അവിടുന്ന് 3-4 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് വീട്ടിൽ എത്തുന്ന ഒരു വലിയ പ്രയാണത്തിൻ്റെ കഥകൾ എനിക്ക് കുറേ പറയാനുണ്ട്. പിന്നെ കോഴിക്കോട് വന്നു, അങ്ങനെ കോഴിക്കോട് വരികയും കോഴിക്കോട് നിന്ന് കണ്ണൂരിലേക്ക് എത്താൻ വേണ്ടി 4 മണിക്കൂർ വേണം. അന്നൊക്കെ റോഡിൻ്റെ അവസ്ഥ ഇതൊന്നും ആയിരുന്നില്ല, ഇത്രയും നല്ല റോഡുകൾ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ പ്രവാസികൾക്ക്, കണ്ണൂരിലെ പ്രവാസികൾക്ക് അവരുടെ വീട്ടുമുറ്റത്തേക്ക് പറന്നിറങ്ങുവാൻ ഒരവസരമുണ്ടായി. അതാണ് അതിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അത് എങ്ങനെ നടക്കുന്നുണ്ടോ, ലാഭം വേണോ നഷ്ടമാണോ എന്നുള്ളതൊന്നും ഒരു പ്രവാസിയെ സംബന്ധിച്ചോളം അതൊരു വിഷയമല്ല. അത് എന്നെ പോലുള്ള അതിൽ ഇൻവെസ്റ്റ് ചെയ്ത ഡയറക്ടേഴ്സിനും മറ്റു പിന്നെ ആൾക്കാർക്കാണ് ആ ഒരു വിഷമമുള്ളൂ. പക്ഷേ കണ്ണൂർ എയർപോർട്ടിൻ്റെ വരവോടുകൂടി കണ്ണൂരിന് പുതിയ മുഖമുണ്ടായിട്ടുണ്ട്. കണ്ണൂരിനൊരു വലിയൊരു വികസനത്തിൻ്റെ പാത തുറന്നിട്ടുണ്ട്. നമ്മൾ ലോകത്ത് മുഴുവൻ ഒരുപാട് രാജ്യങ്ങൾ സഞ്ചരിച്ച എനിക്ക് എല്ലാ സ്ഥലത്തും പോകുമ്പോൾ എയർപോർട്ടിലാണ് പോവുക. എയർപോർട്ടിൽ പോയി അവിടുന്ന് അതിൻ്റെ മറ്റുള്ള അവരുടെ നമുക്ക് കാണാവുന്ന സ്ഥലങ്ങളോ ബിസിനസ്സായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ടൂറിസ്റ്റായിട്ട് എങ്ങനെയാണ് പോയാൽ അവിടെയുള്ള സ്ഥലങ്ങളും മറ്റും കാണാൻ പോകും. ആദ്യം എത്തുന്നത് എയർപോർട്ടിലേക്കാണ്. എയർപോർട്ടാണ് ഒരു രാജ്യത്തിൻ്റെ കവാടം. ഈസ് എ ഗേറ്റ് വേ ഓഫ് ദ പ്ലേസ്. അപ്പോൾ കണ്ണൂരിൻ്റെ കവാടമാണ്
കണ്ണൂർ എയർപോർട്ട്. ഈ കണ്ണൂർ എയർപോർട്ട് വന്നത്, കണ്ണൂർ എയർപോർട്ട് എന്ന് പറയുന്നത് വെറും ഒരു യാത്ര പോകാനുള്ള ഒരു ഇടമായിട്ടല്ല, അങ്ങനെ കാണരുത്. അവിടെ ഒരുപാട് വ്യവസായത്തിൻ്റെ ഒരു വികസനത്തിൻ്റെ സാധ്യതകളുണ്ട്. ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് ആൾക്കാർ പോകുന്നു വരുന്നു. കണ്ണൂരിലുള്ള ഒരുപാട് കൈത്തറിയായാലും കാർഷിക ഉൽപ്പന്നങ്ങളായൊക്കെ ഇവിടുന്ന് കയറ്റി പോകാനുള്ള കാർഗോ ഫെസിലിറ്റി കണ്ണൂർ എയർപോർട്ടിൽ ഇപ്പോൾ ഓൾറെഡി ആയിട്ടുണ്ട്. അത് ചെറുതായിട്ടാണെങ്കിലും അത് ഇനിയും കൂടുതൽ വളരാൻ ഇരിക്കുകയുള്ളൂ. കാരണം നമുക്കൊരു ബുദ്ധിമുട്ടുള്ളതെന്ന് വെച്ചാൽ അവിടെ ഈ ചെറിയ നാരോ ഫ്ലൈറ്റ്സ് ആണ് വരുന്നത്. ബിഗ് വൈഡർ ബോഡി ഫ്ലൈറ്റ്സ് ഇല്ല. വൈഡർ ബോഡി ഫ്ലൈറ്റ് വരുമ്പോഴാണ് കൂടുതൽ കാർഗോസ് പോകാൻ പറ്റും. പക്ഷേ എന്നിരുന്നാലും കുറച്ചൊക്കെ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നുണ്ട്. അത് കണ്ണൂരിലെ വ്യവസായികൾക്ക് ഇവിടെ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഒരു പുറത്ത് അന്താരാഷ്ട്ര മേഖലയിൽ ഗൾഫുകളിലേക്ക് കൊണ്ടുപോയി വിൽക്കുവാനുള്ള ഒരു അവസരം കൂടി ലഭിക്കുകയാണ്. ഇനി കൂടുതൽ വികസനത്തിലേക്ക് പോകുമ്പോൾ ഈ കണ്ണൂർ എയർപോർട്ടിൻ്റെ കൂടുതൽ മുമ്പോട്ട് പോകുമ്പോൾ ഇവിടെ മറ്റു പല വ്യവസായങ്ങളും വരും. IT മേഖലയായാലും സയൻറ്റിഫിക് പാർക്കായാലും ഇലക്ട്രോണിക് പാർക്കായാലും എഡ്യൂക്കേഷൻ ഹബ്ബായാലും മെഡിക്കൽ ടൂറിസം ആയാലും ഒരുപാട് സാധ്യതകൾ തുറന്നിട്ടിരിക്കുകയാണ്. ഇതിന് ഒരു കാരണം കണ്ണൂർ എയർപോർട്ടാണ്. ഈ കണ്ണൂർ എയർപോർട്ടിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഇപ്പോഴും ഒരു എമിറേറ്റ്സോ ഒരു ഖത്തർ എയർവേസോ അല്ലെങ്കിൽ ഒരു ബ്രിട്ടീഷ് എയർവേസൊക്കെ ഒരു ഡബിൾ ഡെക്കർ ഒക്കെ വന്ന് ഇറങ്ങുന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റും. അതൊരു സ്വപ്നം, ഇപ്പം ഒരു സ്വപ്നമായിട്ട് കാണാം. പക്ഷേ അത് സ്വപ്നമല്ല, അത് യാഥാർത്ഥ്യമാകും, സമയമെടുക്കും. ഇപ്പോൾ കണ്ണൂർ എയർപോർട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കേരളത്തിലെ 4 ഇൻ്റർനാഷണൽ എയർപോർട്ടുകളിൽ ഏറ്റവും വലിയ റൺവേ ഉള്ള എയർപോർട്ട് കണ്ണൂരാണ്. ഒരുപാട് സൗകര്യങ്ങളുള്ള എയർപോർട്ട് കണ്ണൂരാണ്. 2000-ൽ കൂടുതൽ ഏക്കർ ലാൻഡ് ഹോൾഡ് ചെയ്യുന്ന ഏക എയർപോർട്ട് കണ്ണൂരാണ്. അപ്പോൾ ഈ കണ്ണൂർ എയർപോർട്ടിൻ്റെ ആവശ്യത്തിന് കവിഞ്ഞുള്ള ലാൻഡുകൾ എക്വയർ ചെയ്ത് വെച്ചതിന് തന്നെ ഒരു വലിയ ഉദ്ദേശമുണ്ട്. അവിടെ ഒരുപാട് പരിപാടികൾ ആസൂത്രണം ചെയ്തു വരുന്നുണ്ട്. ഞാൻ അതിൻ്റെ ഭാഗമാണ്. അത് നിങ്ങൾ ഭാവിയിൽ കാണാനിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ കണ്ണൂരിൻ്റെ എയർപോർട്ടിൻ്റെ വികസനം ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. അത് തുടക്കമാണ്. അതിൻ്റെ വികസനം പദ്ധതികളും അതിൻ്റെ വികസന സാധ്യതകളും ഇനിയും മുമ്പോട്ട് കാണാനിരിക്കുന്നേ ഉള്ളൂ. അപ്പം അങ്ങനെ ആകുമ്പോൾ ഒരു ചോദ്യം ചോദിക്കണേ, 6 വർഷമായിട്ടും തുടക്കമാണെന്ന് പറയുമ്പോൾ കേൾക്കുന്നവർക്കൊരു സുഖം കിട്ടൂല. അതെന്താണ് അതിൻ്റെ പ്രശ്നം എന്നൊന്ന് ചോദിക്കണ്ടേ? കാരണം 6 വർഷമായി അല്ലേ? 6 വർഷമായിട്ടും തുടങ്ങി. ഞാനൊരു ചോദ്യം ചോദിച്ചത്, നഷ്ടത്തിലാണോ ലാഭത്തിലാണോ? മുതലാളി അതിനെക്കുറിച്ചൊരു അക്ഷം പറയുന്നുമില്ല. അതിനെക്കുറിച്ചൊന്നും അറിഞ്ഞാൽ കൊള്ളാം. ഈ തുടക്കം ഇപ്പോഴും ഇങ്ങനെ തുടങ്ങിയതിന് എത്ര കാലം ഈ തുടക്കത്തിന് വേണ്ടി കാത്തിരിക്കേണ്ടി വരും എന്നൊരു ചോദ്യവും, പോയിൻ്റ് ഓഫ് കോൾ പദവി ഉൾപ്പെടെ ഇങ്ങനെ അതിനൊക്കെ ചെറിയ കഥകളുണ്ട്. ഈ പോയിൻ്റ് ഓഫ് കോൾ പദവി കിട്ടാതെ പോയതിൻ്റെ പിന്നിൽ ചില കഥകളൊക്കെ ഉണ്ട്. കഥകൾ ഞാൻ പറയുന്നില്ല. എന്തായാലും താങ്കൾ അതിനെക്കുറിച്ചും കൂടി ഒരു അഭിപ്രായം പ്രതീക്ഷിക്കും. ഈ എയർപോർട്ട് എന്ന് പറയുന്നത് മറ്റു പല വ്യവസായത്തെ പോലും കാണരുത്. കാരണം എയർപോർട്ട് ഒരു വലിയ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ഒരു യൂണിറ്റാണ്. ഒരു ഏകദേശം 3000 കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ടാക്കിയ ഒരു എയർപോർട്ട്. അതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളും ഈ ലാൻഡുകളൊക്കെ വരും. അപ്പം ഒരു വലിയ ക്യാപിറ്റൽ ബേസ് ഉണ്ട്. അതിൻ്റെ അസറ്റ് അതാണ്. ഒരു IT പോലെ വെറും ഇൻടാഞ്ചിബിൾ, എല്ലാം ടാഞ്ചിബിൾ അസറ്റ്സ് ആണ്. അപ്പോൾ അതിനൊരു വാല്യൂ എന്തായാലും ഉണ്ട്. അത് കൂടി ലാഭത്തിൽ തന്നെയാണ്. ലാഭം എന്ന് ഞാൻ പറയില്ല, പക്ഷേ അല്ല, ഇപ്പം മുടക്കിയ പൈസയേക്കാൾ കൂടുതൽ വാല്യൂ ഇപ്പോൾ അതിനുണ്ട്. ഇവര് മുടക്കുന്ന സമയത്ത് മൂർക്കമ്പറമ്പ് എന്ന് പറഞ്ഞൊരു കഥ തന്നെയുണ്ട്. അറിയാലോ നമുക്ക് മൂർക്കമ്പറമ്പ്. എനിക്കൊന്ന് വിനോയ് തോമസിന്റെ കഥയിലാണെന്ന് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും അതിനകത്തൊരു അത് അവിടെ നിൽക്കും. ഞാൻ ഈ മധുകുമാറിലേക്കൊന്ന് കടക്കുക. എന്താ കാരണം എന്ന് വെച്ചാൽ ഈ എയർപോർട്ട് വന്നതിന് ശേഷം ലോകത്താദ്യമായിട്ടായിരിക്കും ഒരു എയർപോർട്ട് വികസനത്തിന് വേണ്ടിയിട്ട് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള മനുഷ്യർ ഓരോ രാജ്യത്തുനിന്നും വരിക ഡൽഹിയിലേക്ക്. എന്നിട്ടൊരു 2-3 തവണ കേന്ദ്രമന്ത്രിമാരെ മുഴുവൻ പോയി കാണുക. 1-2 തവണ ഞാനും ആ കൂടെ പോയി പെട്ടിട്ടുണ്ട്. ഒന്ന് ആലോചിക്കണേ, രാഷ്ട്രീയ നേതാക്കളൊന്നും അല്ല പോയത്. വ്യവസായികൾ, വ്യാപാര പ്രമുഖർ സ്വന്തം പോക്കറ്റിൽ നിന്ന് പൈസ എടുത്തിട്ട് ഈ GCC കൺട്രീസിൽ നിന്ന് മുഴുവൻ ഡൽഹിയിൽ വന്നിറങ്ങാം. എല്ലാ മന്ത്രിമാരെയും നേരിട്ടുകൂടെ. ആ ഗ്രൂപ്പിന് നേതൃത്വം കൊടുത്തതിൽ ഒരാളാണ് മധുകുമാർ. അതുകൊണ്ട് എയർപോർട്ട് വിടുന്നതിന് മുമ്പ് മധുവിനുണ്ടായ അനുഭവം എയർപോർട്ടിൻ്റെ കാര്യത്തിലൊന്നും അറിയണ്ടേ നമുക്ക്? അതൊന്നും അറിഞ്ഞിട്ട് നമുക്ക് അടുത്ത കാര്യങ്ങളിലേക്ക് കിടക്കാം. എയർപോർട്ടിൻ്റെ നമ്മുടെ ഒരു സ്വപ്നമായിരുന്നു. ഒരു 1/2 നൂറ്റാണ്ട് കാലം നമ്മൾ എയർപോർട്ടിന് വേണ്ടിയിട്ട് ഒരു വലിയൊരു ആവേശമായിരുന്നു കണ്ണൂർ എയർപോർട്ട്. കണ്ണൂർ എന്തിനാ എയർപോർട്ട് എന്നൊക്കെ ചോദിച്ച ഒരു കാലം ഉണ്ടായിരുന്നു. എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ ഈ NRIs ഒരു ഭയങ്കര ക്ലസ്റ്റർ ഉള്ള പ്രദേശമാണ് ഈ കണ്ണൂർ, കാസർഗോഡ് ഈ മേഖലയിൽ.
അപ്പം നമ്മുടെ എല്ലാ വീട്ടുകളിലും ഒരു ഗൾഫുകാരനുണ്ടാവും, ഒരു ദുബായിക്കാരനില്ലാതെ ഒരു UAE-കാരനില്ലാതെ ഒരു വീടുകളില്ല. അപ്പം നമ്മൾക്ക് ഇവരെ കൊണ്ടാക്കാനും കൂട്ടാനും പോകേണ്ടി വരും. അപ്പം 4 മണിക്കൂർ 5 മണിക്കൂറൊക്കെ ഇത് ഈ റോഡിലൂടെ പോയിട്ട് എന്നുവെച്ചാൽ മാഹിയും തലശ്ശേരിയുള്ള ബ്ലോക്കിനെ കുറിച്ചൊക്കെ നമുക്കിപ്പം ഒരു 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 വലിയൊരു സ്വപ്നം കാണുന്ന പോലെയാണ്. നമുക്കിപ്പോൾ യാഥാർത്ഥ്യമാണെന്ന് പോലും തോന്നില്ല. അപ്പോൾ അത്രയും കഷ്ടപ്പെട്ടിട്ട് നമ്മൾ ഈ എയർപോർട്ട് എന്ന് പറയുന്ന കണ്ണൂർ എയർപോർട്ട് വരികയാണെങ്കിൽ എല്ലാ പ്രശ്നങ്ങളും തീരുമെന്ന രീതിയിലായിരുന്നു ഞങ്ങൾ അതിന് വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ ഈ സ്വപ്നത്തിൻ്റെ യാഥാർത്ഥ്യമാകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചെറിയ ചെറിയ ഈ സമരങ്ങളിലും കാര്യങ്ങളൊക്കെ പങ്കെടുത്ത ഒരു തലമുറയായിരുന്നു ഞങ്ങളുടെ തലമുറ. ഈ ചേംബർ ഓഫ് കൊമേഴ്സിൽ നിരന്തരമായിട്ട് എയർപോർട്ട് ഡെവലപ്മെൻറ്റിനെ കുറിച്ചുള്ള സെമിനാറുകളും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ആവേശപൂർവ്വം പങ്കെടുക്കാറുണ്ട്. എയർപോർട്ടിൻ്റെ ഷെയർ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും പോയിട്ട് ക്യൂ നിന്നിട്ടുണ്ട്. അപ്പോൾ ഈ എയർപോർട്ടിൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് വന്നു കഴിഞ്ഞാൽ അതിലൊരു പാസഞ്ചർ ആകണം എന്നുള്ളത് ഞങ്ങളുടെയൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ഈ എനിക്കൊന്ന് 188 സീറ്റെങ്ങാനുള്ള ഒരു ജെറ്റ് എയർവേസാണ് ആദ്യ യാത്ര. ആ ആദ്യ യാത്രയിലെ ടിക്കറ്റ് വിറ്റത് ഏകദേശം ഒരു 40 മിനിറ്റ് കൊണ്ട് ഫുൾ ടിക്കറ്റ് പൂർണ്ണമായിട്ട് വിറ്റത്. അതിൽ ആദ്യത്തേത് എനിക്ക് തോന്നുന്നു ഒരു 15,000 രൂപയ്ക്കൊക്കെ തുടങ്ങിയിട്ട് അവസാനമാകുമ്പോൾ ഒരു 50,000 രൂപ വരെയൊക്കെ ആയിരുന്നു. ഈ 40 മിനിറ്റ് കൊണ്ട് എല്ലാ ടിക്കറ്റും. അതിലൊരു ഭാഗ്യവാനാണ് ഞാൻ. ഇദ്ദേഹവും അതിൽ സഞ്ചരിച്ചു. അപ്പോൾ ഹിസ്റ്റോറിക്കൽ ഫ്ലൈറ്റ് ജേണി ടീം HFJ എന്നാണ് നമ്മളത്. അതും ഒരു രസമാണ്. അപ്പം ഞങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് കയറി ഈ സീറ്റ് ബെൽറ്റൊക്കെ ഇട്ട് ഞങ്ങൾ ഭയങ്കര ആഘോഷത്തോടു കൂടിയാണ് പോയത്. 188 പേര്, ആരും പരസ്പരം പരിചയമില്ല. ഭാഗ്യശാലികളായ കുറേ ആൾക്കാരാണ് ഈ ടിക്കറ്റ് കിട്ടിയത്. ഞങ്ങളിങ്ങനെ ഫ്ലൈറ്റ് കയറി സീറ്റ് ബെൽറ്റ് ഇട്ട് ഫ്ലൈറ്റ് ഇങ്ങനെ പൊങ്ങുകയാണ്. അതിൻ്റെ ഒരു ആവേശം, ആ കണ്ണൂരിൻ്റെ സ്വപ്നങ്ങൾക്ക് ചിറക് പിരിച്ചുകൊണ്ട് ഇങ്ങനെ ഫ്ലൈറ്റ് ഇങ്ങനെ പൊങ്ങുകയാണ്. താഴെ കേന്ദ്രമന്ത്രിമാരുണ്ട്, ചീഫ് മിനിസ്റ്റർ ഉണ്ട്. ഈ മതിലുകളുടെ മുകളിൽ ഇങ്ങനെ ആൾക്കാർ എയർപോർട്ടിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റാതെ, അന്ന് കുറച്ച് റെസ്ട്രിക്ഷനൊക്കെ ഉണ്ട്, കുറച്ച് പേരെയൊക്കെ കയറ്റിയിരുന്നു. കുറേ പേര് ഈ മതിലിൻ്റെ മേലെ ഇങ്ങനെ തൂങ്ങി നിന്നിട്ട് ലക്ഷക്കണക്കിന് മനുഷ്യരായിട്ട് ഇത് കാണാൻ തല മാത്രം ഇങ്ങനെ പുറത്ത് കാണിച്ചിട്ട് ഈ അത്ഭുത നിമിഷം സാക്ഷിയാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുക. അപ്പോൾ അതിൻ്റെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 5-8 വർഷങ്ങൾക്ക് മുമ്പ് VS ഫൗണ്ടേഷൻ സ്റ്റോൺ സെറിമണിക്ക് പോയിരുന്നു. അന്ന് ഈ മട്ടന്നൂർ ഈ പ്രദേശത്ത് അതിൻ്റെ കുറച്ച് ദൂരെയായിരുന്നു ഫൗണ്ടേഷൻ. ലക്ഷക്കണക്കിന് ജനങ്ങളാണ്. ഒരു എയർപോർട്ടിൽ ഒരു തരത്തിലും ഒരു ഇൻവെസ്റ്റ്മെൻ്റ് എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നു, ഒരിക്കലും യാത്ര ചെയ്യാൻ സാധിക്കുമെന്നും കരുതാതെ ജനങ്ങൾ കൂടി അവിടെ വന്നിരുന്നു. KSRTC ഒക്കെ ഫുൾ വണ്ടി അങ്ങോട്ടേക്ക് വിട്ടിരുന്നു. അങ്ങനെ ഒരു വികാരമായിട്ട് ഞങ്ങളിങ്ങനെ ഈ ഫ്ലൈറ്റ് ഇങ്ങനെ പറക്കാൻ പോവുകയാണ്. അപ്പം ഞങ്ങളെല്ലാവരും പറക്കുന്ന പോലെയാണ് തോന്നുന്നത്. ഞങ്ങൾക്കെല്ലാവർക്കും ചിറക് മുളച്ച പോലെയാണ്. നമ്മുടെ സ്വപ്നങ്ങൾക്ക് 1/2 നൂറ്റാണ്ട് പഴക്കമുള്ള നമ്മുടെ സ്വപ്നങ്ങൾക്ക് ചിറക് വിരിച്ച് ഇങ്ങനെ പോവാണ്. അപ്പം ഞങ്ങൾ അവിടെ എത്തി. അല്ല, ഫ്ലൈറ്റിൽ നിന്ന് വലിയ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നേ. അപ്പം ഞങ്ങൾ സീറ്റിൽ നിന്ന് ഇറങ്ങി സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് നിന്ന് ഞങ്ങൾ അവിടെയുള്ള ക്രൂസിനെയൊക്കെ പരിചയപ്പെട്ടു. എല്ലാം നമ്മുടെ നാട്ടുകാർ. അവസാനം നിങ്ങൾ ഇരിക്കണം എന്ന് പറയേണ്ടി വന്നു, അത്രയും ആഹ്ലാദമായിരുന്നു. അല്ല, അവര് ആദ്യം വന്ന് വാൺ ചെയ്തു. പിന്നെ നോക്കുമ്പോൾ എല്ലാം എനിക്ക് തോന്നുന്നു നമ്മുടെ കണ്ണൂരുകാരെ, ഈ ചുറ്റുവട്ടത്തുള്ളവരെ തന്നെയാണ് അന്ന് സെലക്ട് ചെയ്ത് ക്രൂ ആക്കി വെച്ചിരുന്നത്. പിന്നെ ഞങ്ങളുടെ ആവേശം പാട്ടും കൂത്തും ഒക്കെ ആയിട്ട് ഒരു ഫ്ലൈറ്റിലും അങ്ങനെ ആകാശത്ത് വെച്ച് ഇവര് ഒരു സംഘടന രൂപീകരിച്ചു. ആകാശത്ത് വെച്ച് രൂപീകരിച്ച സംഘടനയാണ് ടീം HFJ എന്ന് പറഞ്ഞ ടീം ഹിസ്റ്റോറിക്കൽ ഫ്ലൈറ്റ് ജേണി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്. ഞങ്ങൾ എല്ലാവരും നമ്പർ വരിച്ചുകൊണ്ട് ഇത് ചെയ്ത് കഴിഞ്ഞ ഒരു 6-7 വർഷമായിട്ട് ഞങ്ങളെല്ലാം ഡിസംബർ 9 എന്ന് പറയുന്ന ഒരു ദിവസമുണ്ടെങ്കിൽ ഞങ്ങൾ ഡൽഹിയിലെത്തും. ഡൽഹിയിൽ അവസാനം ഞങ്ങളവിടെ പോയി സമരം നടത്തി. അവിടുത്തെ എല്ലാ കേന്ദ്രമന്ത്രിമാരെ കണ്ടു. ഞങ്ങൾക്ക് ഈ പോയിന്റ് ഓഫ് കോൾ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡോക്ടർ ഹസൻ കുഞ്ഞി തന്നെ വിശദീകരിക്കും. അതായത് വിദേശ ഫ്ലൈറ്റുകൾക്ക് ലാൻഡ് ചെയ്യാനും ഓപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു അനുവാദം കിട്ടാനുള്ള POC സ്റ്റാറ്റസ്. ഈ POC സ്റ്റാറ്റസ് കിട്ടാതെ കൊണ്ടാണ് ഇപ്പം പറഞ്ഞ പോലെയുള്ള എമിറേറ്റ്സിനും ഖത്തർ എയർവേസിനും ഒക്കെ വരാൻ പറ്റാത്തത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോയി. അത് ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആയിട്ടാണ് ഞാൻ കാണുന്നത്. ഒരു വേറെ ഒന്നുമല്ല. അത് മോപ്പ എയർപോർട്ട്, ഗോവയിലെ പുതിയൊരു എയർപോർട്ട് മോപ്പ എയർപോർട്ടിന് ഇത് കൊടുത്തപ്പോൾ ഞങ്ങൾ ഗോവയ്ക്ക് പോയി. പിന്നെ അടുത്തൊരു വർഷം പോയത് മോപ്പയിലോട്ടാണ്. മോപ്പയിൽ പോയിട്ട് പഠിച്ചു. മോപ്പയിൽ പോയി പഠിച്ചപ്പോൾ അവിടുത്തെ ചീഫ് എക്സിക്യൂട്ടീവിനെ ഞങ്ങൾക്ക് ഇവിടത്തേക്ക് കണ്ണൂർ എയർപോർട്ടിലോട്ട് കിട്ടി. അദ്ദേഹം കണ്ണൂരിലോട്ട് വന്ന് ഇവിടെ ചാർജ് എടുത്തിരിക്കുകയാണ്.
മോപ്പയ്ക്ക് കൊടുത്തു, പല സ്ഥലത്തും കൊടുത്തു, കണ്ണൂർ മാത്രം കിട്ടുന്നില്ല. ഈ പോയിന്റ് ഓഫ് കോൾ സ്റ്റാറ്റസ് കിട്ടിയാൽ മാത്രമേ പല ഫ്ലൈറ്റ് കമ്പനികളും വരാൻ റെഡിയാണ്. നമ്മളിവിടെ ഒരു വലിയൊരു ഹബ്ബായി മാറാൻ സാധ്യതയുള്ള, ദുബായ് പോലെ തന്നെ ഒരു ഹബ്ബായി മാറാൻ സാധ്യതയുള്ള കണ്ണൂർ എയർപോർട്ടിൻ്റെ വികസനം, നമുക്കിപ്പോൾ ടൂറിസത്തിലോട്ടാണ് പോകുന്നത്. നമ്മൾക്കിവിടെ ഇൻഡസ്ട്രി ഇല്ല, കണ്ണൂർ കൃഷിയില്ല, ബാക്കി ഒരു കാര്യവും സക്സസ് ആകാൻ പറ്റില്ല. നമ്മുടെ ഈ ഭയങ്കര ഒരു ധാരാളിത്തവും വലിയ കൊട്ടാര സദൃശമായ ഒരു കോടികളുടെ 40-50 കോടി രൂപയുടെ വീടുകളൊക്കെ കണ്ണൂർ കാണാം. കണ്ണൂർ മാത്രം കാണുന്നതാണ്. ഈ ധാരാളിത്തത്തിന്റെ ഒരു കാരണം നമ്മുടെ UAE ആയിരുന്നു, ഗൾഫായിരുന്നു. അതും ഇപ്പോഴും ഗ്രാഫ് താഴത്തേക്ക് വന്നിട്ടുണ്ട്, ഗ്രാഫ് താത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ അമേരിക്കയുടെ ഈ യുദ്ധം നമ്മൾ കാണിക്കുന്നത് UAEയും ഗൾഫും ഒന്നും നമ്മളെ രക്ഷിക്കില്ല. നമ്മളെ രക്ഷിക്കണേ ടൂറിസം മാത്രമാണ്. ഈ ടൂറിസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായിട്ട് വർക്ക് ചെയ്യേണ്ടത് എയർപോർട്ട്. തിരിച്ചു വരാം. അവർ പറഞ്ഞു കണ്ണൂരിൽ ഒരു എയർപോർട്ട് ഇല്ലായിരുന്നുവെങ്കിൽ നമ്മൾക്ക് ഇവിടെ ഈ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ കണ്ണൂർ വെച്ച് ചെയ്യാൻ പറ്റില്ല. ഈ ഗൾഫ് കൺട്രിയിൽ നിന്ന് മാത്രം ഫ്ലൈറ്റ് കിട്ടിയതുകൊണ്ട് ആക്ച്വലി കണ്ണൂരിലെ ഹെൽത്ത് ടൂറിസം ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യത വളരെ വളരെ കുറവാണെന്ന് തന്നെ പറയാം. ഈ കുട്ടികൾക്ക് കൗൺസിലിംഗ് കൊടുത്ത ഡോക്ടർ വരെ ഒടുവിൽ ജീവൻ ഒടുക്കുകയും ചെയ്തത്.